നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് എം കോഡിനെ പറ്റിയിട്ടാണ്. എം കോഡ്സിൽ നമ്മൾ മെയിനായിട്ട് ആദ്യം ഉപയോഗിക്കുന്ന രണ്ട് കോഡുകളാണ് M00യും M01ഉം. ഇതെങ്ങനെയാണ് മെഷീനിൽ വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിനായി നമ്മളൊരു പ്രോഗ്രാമിൻ്റെ സഹായത്തോടു കൂടെ തന്നെ നമ്മളിന്ന് ഈ ഒരു വർക്ക് അല്ലെങ്കിൽ M00 എങ്ങനെ റൺ ചെയ്യുമെന്ന് നമുക്ക് നോക്കാൻ പോവുകയാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു പ്രോഗ്രാം എടുത്തിട്ടുണ്ട്. ഇത് പ്രോഗ്രാം നമ്പർ 1 എന്ന് പറയുന്നൊരു പ്രോഗ്രാമിൽ ഞാനൊരു പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രോഗ്രാം ഡ്രില്ലിംഗ് ഓപ്പറേഷനാണ്, അതായത് 83 സൈക്കിളാണ് ഇവിടെ കിടക്കുന്നത്. ഇത് ഡ്രില്ല് ചെയ്യാനുള്ള പെഗ് ഡ്രില്ലിങ്ങിൻ്റെ സൈക്കിളാണ്. അപ്പോൾ ഇതിൽ നമുക്ക് N55നും N60ക്കും ഇടയിൽ ഞാൻ M00 അപ്ലൈ ചെയ്യാൻ പോകണം. M00 ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിനൊരു ബ്ലോക്ക് നമ്പർ കൊടുക്കുകയാണ്. N55നും N60ക്കും ഇടയിലാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനിവിടെ N56 എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്ത് അതിൽ ഞാൻ M00 ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണ്. ഓക്കെ, ഇവിടെ ഞാൻ ആഡ് ചെയ്തു. ഇപ്പോൾ ഇവിടെ M00 എന്ന് പറയുന്നത് ബ്ലോക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, പ്രോഗ്രാം റൺ ചെയ്ത് നമുക്ക് നോക്കാം. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഓട്ടോമാറ്റിക് മോഡിലിട്ട് നമ്മളിത് റൺ ചെയ്യിക്കാൻ പോവാണ്. ഇവിടെ ഒരു ബിറ്റ് ഇട്ടിട്ടുണ്ട്. ഈ ഒരു ബിറ്റ് എൻമില്ലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്, ജസ്റ്റ് ഒന്ന് സിമുലേഷന് വേണ്ടി മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഓട്ടോമാറ്റിക് മോഡിലിട്ട് ഒന്ന് റൺ ചെയ്യിക്കാൻ പോവാണ്. ഓക്കെ, ആക്സിസ് നേരെ താഴേക്ക് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ് ബ്ലോക്കിൽ എത്തിയപ്പോഴത്തേക്കും നമുക്ക് ഡിസ്പ്ലേയിൽ ഒന്ന് നോക്കാം. ഇവിടെ ഡിസ്പ്ലേയിൽ M00 എത്തിയപ്പോഴേക്കും ആക്സിസുകൾക്ക് മൂവ്മെൻ്റ് ഒന്നുമില്ല. XY Z ആക്സിസുകൾ സ്റ്റേബിളാണ്. നമ്മുടെ ബ്ലോക്ക് M00 ആണ്. അപ്പോൾ ഈ M00യുടെ പ്രത്യേകത ഇതാണ്, നമ്മൾ എവിടെയാണ് കൊടുക്കുന്നത് ആ ബ്ലോക്കിലേക്ക് ടൂൾ എത്തിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ ബ്ലോക്കിലേക്ക് കഴ്സർ എത്തിക്കഴിയുമ്പം അവിടെ അത് സ്റ്റോപ്പ് ആവും. ആക്സിസിൻ്റെ മൂവ്മെൻറ്റുകളെല്ലാം സ്റ്റോപ്പായിരിക്കും. ഇനി ഇവിടെ നിന്ന് നമ്മുടെ താഴേക്ക് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പെർമിഷൻ കൊടുത്താൽ മാത്രമേ ഉള്ളൂ അടുത്ത ബ്ലോക്കുകൾ റീഡ് ചെയ്യാൻ പോവുള്ളൂ. അതിന് പെർമിഷൻ നമ്മൾ കൊടുക്കുന്നത് സൈക്കിൾ സ്റ്റാർട്ട് എന്ന് പറയുന്ന ബട്ടൺ യൂസ് ചെയ്തിട്ടാണ്. നമുക്കിവിടെ സൈക്കിൾ സ്റ്റാർട്ട് ബട്ടൺ അറിയാം. ഇത് നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യിച്ച അതേ ബട്ടൺ തന്നെയാണ്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഒരു ബ്ലോക്കിൽ അല്ലെങ്കിൽ ഇവിടെ ഒരു സ്വിച്ച് ഓണായി കിടക്കുന്നത് കാണാൻ സാധിക്കും. നമ്മളിത് ഓണാക്കിയതല്ല, ഓട്ടോമാറ്റിക്കലി ഓൺ ആവുന്നതാണ്. ഇതിൻ്റെ സിംഗിൾ ബ്ലോക്ക് എന്ന് പറയുന്നൊരു കീ ആണിത്. ഈ കീ നമ്മൾ M00 ആക്റ്റീവ് ആകുന്ന സമയത്ത് സിംഗിൾ ബ്ലോക്കും കൂടെ ഇവിടെ ആക്റ്റീവ് ആവുന്നുണ്ട്. ഓക്കെ, അതിന് നമ്മൾ ഇനി സൈക്കിൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് റൺ ചെയ്യും. അപ്പം ഞാനിതൊന്ന് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അടുത്തത് കൂളൻ്റ് ഓൺ ആകാനുള്ള കമാൻഡായിരുന്നു. അടുത്ത ബ്ലോക്കിൽ കൂളൻ്റ് ഓണായി സൈക്കിള് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് ഡ്രില്ലിങ്ങിൻ്റെ സൈക്കിളാണ്. ഇപ്പോൾ ഇത് വർക്ക് കഴിഞ്ഞു, നേരെ മുകളിലേക്ക് പോവുകയാണ്. ആക്സിസുകൾ മൂവ് ചെയ്ത് റെഫറൻസിലേക്ക് എത്തി 0യിലേക്ക് പോവുകയാണ്. ഓക്കെ, ഇതേ സെയിം സ്ഥാനത്ത് നമ്മൾ M01 ആണ് ഇനി അപ്ലൈ ചെയ്യുന്നത്. M00 നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. M01 നമുക്ക് M00യുടെ സ്ഥാനത്തൊന്ന് അതൊന്ന് നമുക്ക് ഓൾട്ടർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ M00യുടെ സ്ഥാനത്ത് M01 കൊടുക്കുകയാണ്. M01 ഓൾട്ടർ കൊടുത്തു. ഇപ്പോൾ ഇവിടെ ചേഞ്ചായി. ഇനി ഈ പ്രോഗ്രാം നമ്മൾ റൺ ചെയ്യിച്ചു കഴിഞ്ഞാൽ M00യുടെ അതേ എഫക്റ്റ് തന്നെയാണ് ഇതിനും വരിക. നമ്മൾ പറയുന്ന ബ്ലോക്കിൽ വരുമ്പോൾ നിൽക്കും, അതിനുശേഷം അവിടെ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്ത് പോകാൻ സാധിക്കും. പക്ഷേ M01 പ്രത്യേകതയുണ്ട്. M01 പ്രോഗ്രാമിൽ കൊടുത്താൽ മാത്രം പോരാ, അതിന് എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു കീ കൂടി ഇവിടെയുണ്ട്. ആ കീ ആണ് ഓപ്ഷണൽ സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു കീ നമുക്കിവിടെയുണ്ട്. അത് നമ്മൾ ആ മോഡ് നമ്മൾ ഓണാക്കി കൊടുത്താൽ മാത്രമേ ഉള്ളൂ M01 ആക്റ്റീവ് ആവുകയും ആ ബ്ലോക്കിൽ വരുമ്പം നിൽക്കുകയും ചെയ്യുള്ളൂ, അല്ലെങ്കിൽ സ്റ്റോപ്പ് ആവുകയും ചെയ്യുള്ളൂ. ആക്സിസിൻ്റെ മൂവ്മെൻറ്റ്സ് എല്ലാം സ്റ്റോപ്പ് ആവും. മറിച്ച് നമ്മളിത് ഓണാക്കിയില്ല എന്നുണ്ടെങ്കിൽ, ഓപ്ഷണൽ സ്റ്റോപ്പ് ഓണാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഈ ബ്ലോക്ക് സ്കിപ്പ് ചെയ്ത് നേരെ ഫുൾ പ്രോഗ്രാം റൺ ചെയ്യും. അതാണ് M00യും M01ഉം തമ്മിലുള്ള വ്യത്യാസം. M01 നമ്മൾ യൂസ് ചെയ്യും. M01 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ M01ൻ്റെ സ്ഥാനത്ത് M00 ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ പ്രൊഡക്ഷൻ ലൈനുകളിൽ ഓരോ പ്രോഗ്രാം റൺ ചെയ്യുമ്പോഴും ഈ M00 ആക്റ്റീവ് ആവും. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ എല്ലാ പ്രോഗ്രാമിലും ഇവിടെ സ്റ്റോപ്പ് ആവും. നമുക്കതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഒരു പ്രോഗ്രാം ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ M00 യൂസ് ചെയ്യുന്നത്. അതിനുശേഷം അടുത്ത പ്രോഗ്രാം റൺ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ അത് എന്ത് ചെയ്യണം, ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വരും. അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ M00ക്ക് പകരം നമ്മൾ M01 ആണ് കൊടുക്കുന്നതെങ്കിൽ ഈ പ്രോഗ്രാം റൺ ആവുകയും ചെയ്യും. നമ്മൾ ഈ ഓപ്ഷണൽ സ്റ്റോപ്പ് ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ ആ ബ്ലോക്കിൽ വന്ന് നിൽക്കുകയും ചെയ്യും. അതിനുശേഷം നമുക്ക് അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്ത് പോവുകയും ചെയ്യാം. അതുപോലെ തന്നെ അടുത്ത പ്രോഡക്റ്റ് അടിക്കുമ്പോൾ നമുക്ക് M01ൻ്റെ ആവശ്യമില്ലെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. M01 ഡിലീറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ഓപ്ഷണൽ സ്റ്റോപ്പ് ഓഫ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ പ്രോഗ്രാം റൺ ആവുകയും ചെയ്യും. അപ്പോൾ അതാണ് നമുക്ക് M00യും M01ഉം തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് M01ഉം കൂടെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ M01ൻ്റെ ഓപ്ഷണൽ സ്റ്റോപ്പ് ഞാനിവിടെ ഓൺ ആക്കുകയാണ്.
ഇനി ഈ പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് മെഷീനിൽ ആക്ട് ചെയ്യുന്നത് നമുക്കൊന്നുകൂടെ നോക്കാം. ഞാനിത് ഓട്ടോമാറ്റിക് മോഡിലിട്ട് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യാണ്. സൈക്കിൾ സ്റ്റാർട്ട് കൊടുത്തു. ഇവിടെ നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ മെഷീൻ ഡൗൺ ചെയ്ത് വരുവാണ് സ്പിൻഡിൽ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ അതേ സെയിം ഫീച്ചർ തന്നെയാണ് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ആ പ്രോഗ്രാം അവിടെ വന്ന് സ്റ്റോപ്പാക്കി. അതായത് ഇവിടെ M01 നിങ്ങൾക്ക് കാണാൻ പറ്റും. M01 വന്നിരിക്കുകയാണ്. ആക്സിസുകൾക്ക് മൂവ്മെൻ്റ് ഇല്ല. ഓപ്ഷണൽ സ്റ്റോപ്പ് ഓണാണ്. ഈ ഓപ്ഷണൽ സ്റ്റോപ്പ് ഓൺ ആകുന്ന സമയത്ത് സിംഗിൾ ബ്ലോക്ക് ആക്റ്റീവ് ആവും, എങ്കിലേ ഉള്ളൂ അതവിടെ നിൽക്കുള്ളൂ. ഇത് നമ്മൾ ചെയ്യുന്നതല്ല, ഓട്ടോമാറ്റിക്കലി മെഷീനിൽ തന്നെ ഓണായി വരുന്നതാണത്. ഇപ്പം ഇവിടെ നിൽക്കുകയാണ്. ഈ ഒരു ടൈം നമുക്ക് ശരിക്കും ഇങ്ങനെ ഒരു M01 കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം ഒന്നുകിൽ നമ്മളുടെ വർക്കൊന്ന് ചെക്ക് ചെയ്യാം, നമുക്ക് പോയി ഒന്ന് നോക്കാം എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാനുള്ളൊരു ടൈം നമുക്കവിടെ കിട്ടും. ഓക്കെ, അതിനുശേഷം നമുക്കിത് ഇവിടുന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇവിടുന്ന് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അടുത്തത് കൂളൻ്റ് ഓൺ ആകാനുള്ള കമാൻഡാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. കൂളൻ്റ് ഓണായി, വർക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നേരെ മെഷീനിലേക്ക് വരാം. ഇപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ബ്ലോക്കിലേക്ക് തിരിച്ച് റിട്ടേൺ വന്നിട്ടുണ്ട്. പ്രോഗ്രാം എൻഡ് വിത്ത് റിവൈൻഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ M00യും M01 ഉപയോഗിക്കുന്നത്. അത് ഏത് സമയത്ത് കൊടുക്കണം എന്നുള്ളത് ഒരു ഓപ്പറേറ്റർക്കോ പ്രോഗ്രാമർക്കോ തീരുമാനിക്കാം. അപ്പം നിങ്ങൾക്ക് M00യും M01 തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.